ഹായ് ഹലോ, ഇതൊരു പുതിയ ചാനലാണ് കേട്ടോ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയും കൂടിയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് നമ്മളെ ചാനലും കൂടി ഒന്ന് സബ് ചെയ്യാൻ നോക്കണേ. അതുപോലെ തന്നെ മുഴുവനായും വീഡിയോ ഒന്ന് കാണാനും കൂടെ ശ്രമിക്കുക. ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ കൂടിയാണേ. അപ്പം ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്നത്, അതായത് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് കൂടുതലായിട്ട് നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടുകളിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മളെ വീട്ടു ജോലികളും അങ്ങനെയൊക്കെ തന്നെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന വീട്ടമ്മമാർക്ക് നമ്മൾ ഇങ്ങനെയൊരു കാര്യം പറയുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു മാർഗരേഖ എന്ന് തന്നെ പറയാം. ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. അതായത് കോഴി വളർത്തലിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കോഴി വളർത്തൽ, നാടൻ കോഴിയോ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തുടക്കം ഞാൻ ഒരു 3-4 നാടൻ കോഴിയിൽ തുടങ്ങിയതായിരുന്നു. പിന്നീട് അങ്ങോട്ട് അത്യാവശ്യം നല്ല രീതിയിലേക്ക് എനിക്ക് നാടൻ കോഴികളെ വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് നല്ല രീതിയിലൊരു ലാഭം എന്ന് പറയാൻ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് എനിക്കത് കുറഞ്ഞ രീതിയിൽ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സ്റ്റോപ്പ് ചെയ്തതല്ല, കൂടുതലുള്ളത് അത് കുറഞ്ഞ രീതിയിലേക്ക് എനിക്ക് മാറ്റേണ്ടി വന്നു. കാരണം വേറൊന്നുമല്ല, എനിക്കതിന് സൗകര്യങ്ങൾ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ കോഴികൾക്ക് അത്യാവശ്യം കൂടുതൽ സ്ഥലങ്ങളും സൗകര്യങ്ങളും വേണ്ടതുകൊണ്ടുകൂടി തന്നെ ഈ നാടൻ കോഴി വളർത്തൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പം പുറത്തിട്ട് എനിക്ക് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ചത്. അതായത് എനിക്കത് ഒരിക്കലും ഒഴിവാക്കണമെന്ന് തോന്നിയിട്ടല്ലായിരുന്നു, ഞാനത് ഒഴിവാക്കിയിട്ടുമില്ല. ഒരുപാട് കോഴികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറേയൊക്കെ ഞാൻ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വിരിയിക്കലും എല്ലാം ഉണ്ടായിരുന്നിടത്തുനിന്ന് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അത് വേറെ ഒന്നുമല്ല, എനിക്കിപ്പോൾ പുറത്തിട്ട് വളർത്താനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കുറുക്കനും നായി അതുപോലെ തന്നെ പല സാധനങ്ങളും നമ്മളെ കോഴികളെ പിടിക്കാനായിട്ട് തഞ്ചം പാർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തിട്ട് വളർത്തുന്നത് കുറച്ച് പ്രയാസമായത് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് കോഴികളെയൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ കുറഞ്ഞ രീതിയിൽ നമ്മൾ കോഴികളെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മിതമായ രീതിയിൽ നമുക്ക് പൊറ്റിക്കൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ രീതിയിൽ മാത്രം എനിക്കിപ്പോൾ കോഴികളുണ്ട്. നാടൻ കോഴിയാണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ BV380 കോഴികളെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. നാടൻ കോഴിക്ക് മാത്രം ഞാൻ പ്രാധാന്യം കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നീടാണ് ഈ കുറച്ചൊരു BV380 കോഴികൾ, അതായത് മുട്ടക്കോഴികളെ നമ്മളൊന്ന് വളർത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണത്തിൻ്റെ ഇതിലാണ് ഞാൻ ഈ കോഴികളെ വാങ്ങുന്നത്. പിന്നെ ഇവരെ വാങ്ങിയതിന് ശേഷം ഉള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ആദ്യം ഒരു തുടക്കം നമുക്ക് ഒരു 2 മാസം പ്രായമായ കോഴികളെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 മാസത്തെ പ്രായത്തിലുള്ള കോഴി മക്കൾ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ മക്കളെ കിട്ടിയതിന് ശേഷം ഒരു 2 മാസം കൂടെ അവരെ നമ്മൾ നോക്കിയിട്ട് പിന്നീടാണ് ഇവർ മുട്ടയ്ക്ക് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് തുടക്കം നമ്മൾ കൊടുക്കുന്ന തീറ്റ സ്റ്റാർട്ടറും, പിന്നീട് ഇവർക്ക് മുട്ടയിട്ട് തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ലെയർ മാഷുമാണ് കൊടുക്കുന്നത്. ആ തീറ്റ ചെലവും കാര്യങ്ങളും ഒക്കെ ഞാനന്ന് എന്നെ സംബന്ധിച്ചൊരു സംശയമായിരുന്നു കേട്ടോ. നമുക്ക് ഇവർക്ക് വേണ്ട തീറ്റ നമ്മൾ വാങ്ങണം, അപ്പോൾ പിന്നെ ഇവരെ അടുത്തുനിന്ന് കിട്ടുന്ന മുട്ടയിൽ നമുക്കതിലൊരു ലാഭം ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ആ ഒരു ധാരണ തെറ്റാണെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ കോഴി വളർത്തലിൽ, അതായത് BV380 കോഴി വളർത്തലിൽ ഒരു വർഷത്തിലധികമായി ഞാനിപ്പോൾ ഈ BV380 കോഴികളെ വളർത്താൻ തുടങ്ങിയിട്ട്. അതിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ലാഭം എന്ന് പറയാൻ നമ്മളെ ഈ ഒരു കോഴി വളർത്തലിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. പുറത്ത് നമ്മൾ കൊടുക്കുന്ന മുട്ട, അതിന് കിട്ടുന്ന ആ ഒരു പൈസയ്ക്ക് നമ്മൾക്ക് ഒരു മാസം ഇത്ര കോഴികൾക്ക് ഒരു മാസത്തേക്ക് ഇത്ര തീറ്റ എന്ന് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ലാഭം തന്നെയാണ് വരുന്നത്. അതായത് ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് ഒരു പിന്നെ വരുമാന മാർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മുട്ടക്കോഴി വളർത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നല്ലൊരു
അത് നല്ലൊരു കാര്യമാണ്. ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് നമ്മളെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗം എന്ന് പറയാൻ ഈ ഒരു മേഖല നല്ലതാണ് കേട്ടോ. കാരണം കൂടുതൽ അധ്വാനം എന്ന് പറയാനും നമുക്കില്ല, അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്യാനുള്ള ഒരു പണിയുമല്ല നമുക്ക് ഈ കോഴി വളർത്തൽ. പിന്നെ അത് തന്നെയല്ല, ഈ കോഴി വളർത്തൽ നാടൻ കോഴി ആയാലും BV380 കോഴി ആയാലും രണ്ടിനും രണ്ട് തരത്തിലുള്ള ലാഭമാണ് നമുക്ക് വരുന്നത്. നാടൻ കോഴീനെ സംബന്ധിച്ച് കോഴിമുട്ട കൊടുക്കുന്നത് BV380 കോഴികളെ മുട്ടേനെക്കാട്ടും കുറച്ചുകൂടെ റേറ്റ് കൂട്ടി കിട്ടുന്ന ഇതാണ് നാടൻ കോഴിയുടെ മുട്ടയ്ക്ക്. അത് കൂടാതെ നാടൻ കോഴികൾക്ക് തന്നെ നല്ല റേറ്റുമുണ്ട്. നമുക്കിന്ന് പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിനാണ് നമ്മളൊക്കെ പുറത്ത് കൊടുക്കുന്നത് നാടൻ കോഴീനെ. ഈ പൂവൻ കോഴികൾക്കൊക്കെ കാര്യമായിട്ട് നല്ല ഡിമാൻഡുള്ള സമയങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നല്ല ചിലവുണ്ടാവും. നമുക്ക് നാടൻ കോഴികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തിരഞ്ഞു പിടിച്ച ആളുകൾ വരും. അങ്ങനെയൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് കോഴി വളർത്തൽ. അപ്പം ഞാനിപ്പോൾ BV380 കോഴികളെ വളർത്തി തുടങ്ങിയതിന് ശേഷം ഈ പുതിയ 2 തരം കോഴികൾ ഇപ്പം എൻ്റെ അടുത്തുണ്ട്. കുറച്ചൊരു പ്രായമായ കോഴികളും കുറച്ചൊരു പിന്നെ മുട്ടയിട്ട് തുടങ്ങിയ കോഴികളും ഉണ്ട്. കാരണം ഇത് ഞാൻ ഒഴിവാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പരിപാടിയാണ് കേട്ടോ ഈ BV380 കോഴികളെ വളർത്തുന്നത്. അത് നല്ലൊരു ലാഭം നമുക്കതിൽ നിന്ന് കിട്ടുന്നതിനെ കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കാണ്ടിരിക്കുന്നത്. ദിവസേന നമുക്ക് മുട്ട കൊടുക്കാൻ, പുറത്ത് നമുക്ക് മുട്ട കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ BV380 കോഴികളുടെ പ്രത്യേകതയാണ് കേട്ടോ. 380 ദിവസം മുട്ടയിടുന്ന കോഴികളായതിനെ കൊണ്ട് തന്നെ അതൊരു ലാഭം തന്നെയാണ്. പിന്നെ നാടൻ കോഴിക്കാണെങ്കിൽ, നാടൻ കോഴി എന്ന് പറയുമ്പോൾ അതൊരു 14 മുട്ടയിൽ കൂടുതലൊന്നും അതൊരു കോഴി മുട്ടയിടില്ല. പിന്നെ അടയിരിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വരും. അതേ സ്ഥാനത്ത് BV380 കോഴികളെ സംബന്ധിച്ച് മുട്ടയുടെ കാര്യത്തിൽ ഗ്യാപ്പ് വരില്ല. കാരണം അത് സ്ഥിരമായിട്ട് നമുക്കൊരു മുട്ട കിട്ടും. അത് നമുക്കൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മേഖലയിലേക്കൊന്ന് വന്ന് നോക്കുക, ലാഭം എന്താണ്.